സമുദായ മെത്രാപ്പോലിത്ത ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മോർ സേവ്യറിയോസ് തിരുമേനി, UKKCയുടെ ആരാധനായ ജനറൽ സെക്രട്ടറി സിറിൽ പനങ്കാല, UKKCയുടെ കൺവെൻഷനിൽ ആദ്യമായി സാന്നിധ്യം അറിയിച്ച ബഹുമാനപ്പെട്ട ജ്ഞാനായ സമുദായ സെക്രട്ടറി ശ്രീ TO എബ്രഹാം തോട്ടത്തിൽ, നമുക്കേവർക്കും പ്രിയങ്കരനായ മാജിഷ്യൻ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട്, പ്രിയപ്പെട്ട DKCC ചെയർമാൻ ശ്രീ സാബു മാളേക്കത്തറ, UKKCയുടെ പോഷക സംഘടനകളായ UK ജ്ഞാനായ കാത്തലിക് വിമൻസ് ഫോറത്തിൻ്റെ ചെയർപേഴ്സൺ ശ്രീമതി സലീന സജീവ്, UK ജ്ഞാനായ കാത്തലിക് ലീഗ് പ്രസിഡന്റ് മിസ് ജിയ ജിജോ, എൻ്റെ സഹപ്രവർത്തകരായ മറ്റ് സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളെ, പ്രിയ നാഷണൽ കൗൺസിൽ അംഗങ്ങളെ, UKKCA കൺവെൻഷൻ്റെ മെഗാ സ്പോൺസറായ ലൈഫ് ലൈനിൻ്റെ പ്രതിനിധി ശ്രീ കിഷോർ ബേബി, പ്രിയ സന്യസ്തരെ, സമർപ്പിതരെ, UKKCA എന്ന മഹാജ്ഞാനായ സമുദായ സംഘടനയുടെ നെടും തൂണുകളായി എക്കാലവും പ്രവർത്തിച്ചു വരുന്ന UKKCയുടെ ഓരോ അംഗങ്ങളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ലൈവിൽ കൺവെൻഷൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ ജ്ഞാനായ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജ്ഞാനായ സമുദായത്തിൻ്റെ ജീവശ്വാസവും ഹൃദയസ്പന്ദനവും നിലനിൽപ്പും സ്വവംശ വിവാഹനിഷ്ഠയിലൂന്നിയ ക്രിസ്തീയ വിശ്വാസ ജീവിതമാണ്. കുടിയേറ്റ ജനതയായ നാം കഴിഞ്ഞ 17 നൂറ്റാണ്ടുകളായി റീത്തുകൾക്കും സഭകൾക്കും ഉപരിയായി ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ച് നമ്മുടെ പൂർവികർ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുപരിപാലിച്ച സ്വവംശ വിവാഹനിഷ്ഠ ഈ UK-യിലും അഭംഗുരം തുടർന്നു കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ സഹോദര സുറിയാനി സഭയുമായി ഊഷ്മളമായ ഒരു ബന്ധം നിലനിർത്തുവാൻ നമുക്ക് സാധിക്കുന്നത് UKKC എന്ന സംഘടന ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ്. UKKCയുടെ 53 യൂണിറ്റുകളെയും ഒരു കുടക്കീഴിൽ ചേർത്ത് നിർത്തുന്ന യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രവാസി സംഗമമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സെൻട്രൽ കമ്മിറ്റിയുടെയും യൂണിറ്റ് ഭാരവാഹികളുടെയും ഓരോ യൂണിറ്റ് അംഗങ്ങളുടെയും ആത്മാർത്ഥമായ സഹകരണമാണ് ഇന്നീ കാണുന്ന ജനസാഗരം. UK-യിലെ ജ്ഞാനായക്കാരുടെ വികാരമാണ് UKKCA. ആഗോള ജ്ഞാനായ സമൂഹത്തിൻ്റെ പ്രതീക്ഷയാണ് UKKCA. ജ്ഞാനായ സമുദായത്തെ സഭാവ്യത്യാസം പറഞ്ഞും ചരിത്രം വളച്ചൊടിച്ചും ആർക്കും നാം അടിയറ വയ്ക്കരുത്. പിതാമഹൻ ജ്ഞായിത്വമായി അധിക്ഷേപിച്ച് തമസ്കരിച്ച് സ്വവംശ വിവാഹനിഷ്ഠയ്ക്കും സാമുദായിക ഐക്യത്തിനും തുരങ്കം വയ്ക്കുവാൻ അത് ആരായിരുന്നാലും നാം അനുവദിക്കുകയില്ല. തെക്കും ഭാഗരെയും വടക്കും ഭാഗരെയും ഒരുമിച്ച് കൊണ്ടുപോകുവാനുള്ള പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടെടുത്തു നിന്നാണ് തെക്കും ഭാഗരും വടക്കും ഭാഗരും പ്രത്യേകം വികാരിയത്തുകളായി വിശുദ്ധ 10-ാം പീയൂസ് മാർപ്പാപ്പ വേർപെടുത്തുന്നത്. 1911 വിശുദ്ധ 10-ാം പീയൂസ് മാർപ്പാപ്പ തെക്കും ഭാഗർക്ക് മാത്രമായി കോട്ടയം രൂപത അനുവദിച്ചു തന്നത് സമുദായ ശാക്തീകരണത്തിലൂടെ ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ വളരുന്നതിന് വേണ്ടിയാണ്. ഈ കൊച്ചു സമുദായ സമൂഹം അനുവർത്തിച്ചു വന്നിരുന്ന സ്വവംശ വിവാഹനിഷ്ഠയും പൈതൃകവും പാരമ്പര്യങ്ങളും ആചാരങ്ങളും ശരിയാണെന്നും അതെല്ലാം തുടർന്നും സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിനുള്ള വിശുദ്ധ 10-ാം പീയൂസിൻ്റെ അംഗീകാരം കൂടിയായിരുന്നു അത്. പക്ഷേ ഇന്നിപ്പോൾ വിശുദ്ധ 10-ാം പീയൂസ് മാർപ്പാപ്പ സഭാപരമായി തെക്കും ഭാഗരെയും വടക്കും ഭാഗരെയും വേർപെടുത്തിയ ബൂളായെ സീറോ മലബാർ സിനഡിനോട് ചേർന്ന് ധിക്കരിച്ചും തമസ്കരിച്ചും തെക്കും ഭാഗരെയും വടക്കും ഭാഗരെയും ഒന്നാക്കുവാനുള്ള വിഫല ശ്രമങ്ങൾ ഇരുമ്പാണിക്കിട്ടിക്ക് തൊഴിക്കുന്നതിന് തുല്യമായിരിക്കുമെന്ന് രൂപതാ നേതൃത്വത്തെ ഓർമ്മപ്പെടുത്തുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. 2001 ഒരു കൊച്ചു കൂട്ടായ്മയായി UK-യിൽ അണിചേർന്ന ജ്ഞാനായ സമൂഹം, ആ കൂട്ടായ്മ വളർന്ന് UKKCA എന്ന ഈ മഹത്തായ
കെട്ടുറപ്പുള്ള സാമുദായിക പ്രതിബദ്ധതയുള്ള സംഘടനയായി വളർന്നിട്ടുണ്ടെങ്കിൽ അതിന് വെള്ളവും വളവും നൽകി സഹായിച്ചത് ഇന്നിവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. UKKCയുടെ ജീവനാഡിയായി പ്രവർത്തിച്ച് പരിപോഷിപ്പിച്ച വ്യക്തിത്വങ്ങളെ നന്ദിയോടെ ഓർക്കുവാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. 2009 മാത്രമാണ് UKKCക്ക് ഒരു ഭരണഘടന ഉണ്ടാകുന്നത്. UKKCക്ക് ഒരു ഭരണഘടന ഉണ്ടാകുന്നതിന് എത്രയോ മുൻപേ നമ്മുടെ അഭിമന്യ കുന്നശ്ശേരി പിതാവ് നമ്മെ സന്ദർശിക്കുവാൻ ഇവിടെ ഓടിയെത്തുമായിരുന്നു. 2006 ബ്രിസ്റ്റോളിൽ വെച്ച് നടന്ന കൺവെൻഷനിലായിരുന്നു അഭിമന്യ കുന്നശ്ശേരി പിതാവ് അവസാനമായി പങ്കെടുത്തത്. നമ്മുടെ എല്ലാ കൺവെൻഷനുകളിലും കോട്ടയം രൂപതാ മെത്രാന്മാർ മുടങ്ങാതെ പങ്കെടുത്തിരുന്ന ഒരു ചരിത്രം നമുക്കുണ്ട്. 2005 മാത്രമാണ് പുതുക്കിയ ഭരണഘടന നാം കോട്ടയം രൂപത അധ്യക്ഷനെ നമ്മുടെ രക്ഷാധികാരി ആക്കുന്നത്. 2016 ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത നിലവിൽ വന്നപ്പോൾ എൻഡോഗമസ് അല്ലാത്ത UK ക്നാനായി മിഷനുകളും സ്ഥാപിതമായി. അതോടെ സഭാ സാമുദായിക തർക്കങ്ങളും വിലപേശലുകളുമായി രൂപതാ നേതൃത്വം നമ്മുടെ ചങ്കിടിപ്പായ സംഘടനയ്ക്ക് നേരെ മുഖം തിരിച്ചു തുടങ്ങി. 2019 ഇനി മുതൽ ഞാനല്ല, ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ വടക്കുംഭാഗത്ത് രൂപത അധ്യക്ഷനാണ് UKKCയുടെ ആത്മീയ ഉപദേശകനും രക്ഷാധികാരിയും എന്ന് UKKCയുടെ രക്ഷാധികാരി കൂടിയായ കോട്ടയം രൂപത അധ്യക്ഷൻ UKKCയെ കൺവെൻഷൻ വേദിയിൽ വെച്ച് പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ കീറിമുറിക്കപ്പെട്ടത് കോട്ടയം രൂപതയെ നെഞ്ചിലേറ്റിയ സമുദായ സ്നേഹികളുടെ ഹൃദയമായിരുന്നു. സ്വവംശ വിവാഹ നിഷ്ഠയ്ക്ക് പ്രാധാന്യം നൽകി കോട്ടയം രൂപതയെ എന്നും മനസ്സിൽ താലോലിച്ച UKയിലെ ക്നാനായ സമൂഹത്തിന് താങ്ങാവുന്നതിലും വലിയ ആഘാതമാണ് അത് നൽകിയത്. ഇതിനുശേഷം നടന്ന നവീകരണ സമിതി കേസ് വിചാരണ വേളയിൽ കോട്ടയം രൂപതയുടെ ചാൻസലർ സീറോ മലബാർ ബിഷപ്പ് സിനഡ് തീരുമാനപ്രകാരം കോട്ടയം രൂപതയ്ക്ക് ക്നാനായക്കാരനല്ലാത്ത ഒരു രൂപത അധ്യക്ഷൻ വരുന്നതിന് ഒരു തടസ്സവുമില്ല എന്ന് കോടതി മുമ്പാകെ ബോധിപ്പിക്കുക കൂടി ചെയ്തപ്പോൾ കോട്ടയം രൂപതക്കാരനല്ലാത്ത ഒരു മെത്രാൻ UKKCയുടെ പേട്ടനായി വരാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് 2022 പുതുക്കിയ UKKC ഭരണഘടനയിലൂടെ നമ്മൾ നടപ്പിലാക്കിയത്. ഭരണഘടനയുടെ ആ ഭാഗം നിങ്ങളുടെ അറിവിലേക്കായി ഞാനിവിടെ വായിക്കുകയാണ്. Section C, Part 2. UKKCA is a Knanaya Catholic Association. The Archbishop of Kottayam Archdiocese will be the spiritual leader of UKKCA as long as Kottayam Archdiocese maintain its endogamous nature holy, and it should be approved by the National Council from time to time. സ്വവംശ വിവാഹ നിഷ്ഠയിലൂടെ ക്നാനായ സമുദായം നിലനിർത്തുന്ന തെക്കും ഭാഗർക്ക് മാത്രമായി പുണ്യശ്ലോകനായ മാർ മാക്കിൽ പിതാവ് കോട്ടയം വികാരിയാത്തും പിന്നീട് രൂപതയായും നേടിയെടുത്തത് KCC എന്ന ആത്മായ സംഘടന മാത്രം ഇന്ന് നടത്തുന്നത് പോലെയുള്ള ഒപ്പുശേഖരണം കൊണ്ട് മാത്രമല്ല, മറിച്ച് സമുദായ സ്നേഹിയായ മാക്കിൽ പിതാവ് സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ സഭാതലങ്ങളിൽ ശക്തമായി ഉന്നയിച്ച് തന്നെയാണ് കോട്ടയം രൂപത സഭാപരമായി തെക്കും ഭാഗർ നേടിയെടുത്തത്. സാർവത്രിക സഭാതലവനായിരുന്ന വിശുദ്ധ 10-ാം പീസ് മാർപ്പാപ്പ അനുവദിച്ച വികാരിയത്ത് ഇപ്പോൾ അതിരൂപതയായി സഭാ സംവിധാനം ഭാരതത്തിന് വെളിയിലും നിയന്ത്രിക്കപ്പെടാൻ പാടില്ല. സീറോ മലബാറുകാർ കൊണ്ടുവന്ന് നടക്കുന്ന ഭക്താഭ്യാസങ്ങളും കീഴ്വഴക്കങ്ങളും കുർബാന ആചരണ രീതിയും മറ്റും കേരളത്തിൽ നിന്ന് കയറ്റി അയക്കാൻ മടിയില്ലെങ്കിൽ അതേ മാനദണ്ഡം തന്നെ ആയിരിക്കണം മാർപ്പാപ്പയുടെ പരമാധികാരത്താൽ അംഗീകരിച്ച ക്നാനായ കത്തോലിക്കരുടെ സ്വവംശ വിവാഹ നിഷ്ഠയ്ക്കും ആചാരങ്ങൾക്ക് മേലും സഭാധികാരികൾ അനുവർത്തിക്കേണ്ടത്. സീറോ മലബാർ ബിഷപ്പ് സിനഡിലെ പ്രമുഖനാണ് നമ്മുടെ കോട്ടയം രൂപത അധ്യക്ഷൻ. പക്ഷേ എന്തുകൊണ്ടോ ക്നാനായ സമുദായത്തിനു വേണ്ടി സിനഡിൽ
ഉറച്ച സ്വരം ഉയർത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. നമ്മുടെ വൈദികരും സന്യസ്തരും അൽമായരും സമുദായ സംഘടനകളും ഒന്നിച്ച് പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് സാമുദായിക ഉയർച്ച സഭാതലത്തിലും ഉണ്ടാവുകയുള്ളൂ. 2019 കൺവെൻഷന് ശേഷം കോവിഡ് മഹാമാരി കാരണം 2 വർഷം നമുക്ക് കൺവെൻഷനുകൾ നടത്താൻ സാധിച്ചില്ല. അതിനടുത്ത 2 വർഷം സഭാ സാമുദായിക തർക്കങ്ങളും വിലപേശലുകളുമായി കോട്ടയം രൂപത നേതൃത്വം നമുക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് വളരെ വേദനയോടുകൂടി തന്നെയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇന്നു നീ ഞങ്ങളെ കൈവിട്ടോ മാറാനേ, ഇന്ന് ഞങ്ങൾക്കൊരു പിന്തുണയില്ലല്ലോ. പട്ടണമൊന്നില്ല, ഭാഷകളൊന്നില്ല, ഭംഗികൾ ഞങ്ങളുടെ ഭൂഷണം കൊണ്ടിട്ട്. കൽപ്പന ഞങ്ങൾ ഇരിപ്പിടത്താക്കണം എന്നുള്ള അപേക്ഷയെ കേട്ടൊരു മാറോനും നന്ദി കലർന്നുടയോൻ അങ്ങരുൾ ചെയ്തു. കാലോചിതം പോലെ നല്ല ആബൂന്മാരെ കാലമീയാരെന്ന് മുമ്പേ ഞാൻ എത്തിപ്പേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് നൽകിയ ഉറപ്പ് ഇതാ ഇന്ന് ഈ UKKCA കൺവെൻഷൻ വേദിയിൽ നമുക്കൊരു യഥാർത്ഥ ആബൂനെ നൽകിക്കൊണ്ട് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. UKKCA കാലാകാലങ്ങളിൽ എടുത്ത അടിയുറച്ച നിലപാടുകളായിരുന്നു സമുദായത്തിലെ സഭാശത്രുതയുടെ വേരുകൾ പിഴുതെറിഞ്ഞത്. ക്നാനായ സ്വത്വബോധമുണർത്തി വിശുദ്ധ ക്നായിത്തോമായുടെ പ്രതിബിംബങ്ങൾ സ്ഥാപിക്കാൻ തുടക്കമിട്ടത് UKKCA ആണ്. ക്നാനായ സുറിയാന് പൈതൃക പാരമ്പര്യം വീണ്ടെടുക്കാൻ സമുദായ പഠന പദ്ധതിയും കത്തോലിക്ക യാക്കോബായ മലങ്കര സഭാവ്യത്യാസമില്ലാതെ സമുദായ മാട്രിമോണിയലും പിതാമഹൻ ക്നായിത്തോമൻ്റെ ദുഃഖ്രാന ലോകം മുഴുവൻ ഒരേ ദിവസം ഒന്നിച്ച് ആചരിച്ചു തുടങ്ങിയതും UKKCയിലൂടെയാണ്. സമുദായ നിലനിൽപ്പിനും സമുദായ അംഗങ്ങളുടെ ആവശ്യങ്ങൾക്കും വേണ്ടി UKKCA ഏതറ്റം വരെയും പോകാൻ തയ്യാറായതിൻ്റെ നേർസാക്ഷ്യം കൂടിയായിരുന്നു ഈയിടെ നമുക്ക് അനുകൂലമായി വന്ന കോടതി വിധി. പ്രിയമുള്ളവരെ, ഇന്നുള്ള ക്നാനായ കൂട്ടായ്മ തകർന്നാൽ കോട്ടയം അതിരൂപത ഉൾപ്പെടെ എല്ലാം തകരും. അഭിവന്യമാക്കിൽ പിതാവ് ഭയപ്പെട്ടതുപോലെ ക്നാനായ കത്തോലിക്കർ സീറോ മലബാറിൻ്റെ എൻഡോഗമി പാലിക്കാത്ത പല വടക്കുംഭാഗ രൂപതകളായി ചിതറിക്കപ്പെടും. ക്നാനായ സമുദായത്തിൻ്റെ ജന്മാവകാശികളായ സമുദായ അംഗങ്ങൾ ചുരുങ്ങിയ കാലത്തേക്ക് വന്നു പോകുന്ന മെത്രാന്മാരെയും പുരോഹിതരെയും സമുദായ ചരിത്രം തിരുത്താൻ അനുവദിക്കരുത്. കാരണം ക്നാനായ സമുദായത്തിൻ്റെ ഭാവി സൂര്യനും ചന്ദ്രനുമുള്ള നാൾ വരെ നിലനിൽക്കുന്നത് സ്വവംശ വിവാഹനിഷ്ഠ പാലിക്കുന്ന സമുദായ അംഗങ്ങൾ വഴിയാണ്. UKKCA അന്നും ഇന്നും എന്നും ശക്തമായി ആവശ്യപ്പെടുന്നത് എൻഡോഗമസായ മാതൃഇടവാംഗത്വം നഷ്ടപ്പെടാതെ, എൻഡോഗമസ് അല്ലാത്ത പ്രവാസി വടക്കുംഭാഗ രൂപതയിൽ ചേർക്കപ്പെടാതെ ക്നാനായക്കാർക്ക് മാത്രമായി ഒരു സഭാ സംവിധാനം, സഭാപരമായി സാമ്പത്തിക കാര്യങ്ങൾ ക്നാനായക്കാർക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു അക്കൗണ്ട് സംവിധാനം. സീറോ മലബാർ അഡീഷണൽ ക്നാനായ അക്കൗണ്ട് സംവിധാനത്തിൽ UK ക്നാനായ മിഷനുകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ ഒപ്പിടേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ UK ക്നാനായ VG ആയിരുന്നു. ഈയിടെ വന്ന ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ്റെ കൽപ്പന പ്രകാരം ഇനി മുതൽ UK ക്നാനായ VG പോസ്റ്റ് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ വടക്കും ഭാഗ രൂപതയിൽ ഇല്ല. സത്യത്തിൽ ഈ സീറോ മലബാർ അഡീഷണൽ ക്നാനായ അക്കൗണ്ട് കാട്ടി സീറോ മലബാർ ഗ്രേറ്റ് ബ്രിട്ടൻ വടക്കും ഭാഗ രൂപത UK ക്നാനായക്കാരെ വഞ്ചിക്കുകയായിരുന്നില്ലേ? കാനോൺ നിയമപ്രകാരം ഒരു വിശ്വാസിക്ക് റീത്ത് മാറുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് ബിഷപ്പുമാരുടെ പ്രത്യേക അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാൽ ലാറ്റിൻ പള്ളിയിൽ താൽക്കാലിക അംഗത്വമെടുക്കുന്ന UK ക്നാനായ കത്തോലിക്കർക്ക് കോട്ടയം രൂപത അംഗങ്ങളായി തന്നെ തുടരുകയും ചെയ്യാം. എന്നാൽ ക്നാനായ കത്തോലിക്കരെടുക്കുന്ന ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതാംഗത്വം താൽക്കാലികമല്ല. ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതാംഗത്വം ഒരു ക്നാനായക്കാരൻ എടുക്കുന്നതോടെ കോട്ടയം രൂപതാംഗത്വം എന്നേക്കുമായി നഷ്ടപ്പെടും. കാരണം ഒരു വിശ്വാസിക്ക്
ഒരേ റീത്തിൽപ്പെട്ട 2 രൂപതയിൽ ഒരേ സമയം അംഗമായിരിക്കുവാൻ കാനോൻ നിയമം അനുവദിക്കുന്നില്ല. ഒരു ക്നാനായക്കാരനായി ജനിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. എനിക്ക് ജന്മമേകിയ മാതാപിതാക്കളോടും ക്നാനായ സമുദായത്തോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയ യുവജനങ്ങളെ, നിങ്ങൾ സ്വവംശ വിവാഹനിഷ്ഠ പാലിച്ചുകൊണ്ട് ക്നായിത്വമൻ കൊടുങ്ങല്ലൂരിൽ അന്ന് കൊളുത്തിയ ദീപശിഖ തലമുറ കൈമാറി കെടാതെ സൂക്ഷിക്കുക. അതോടൊപ്പം നമ്മുടെ സമുദായ സംഘടനയായ UKKCയെ നയിക്കുകയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും ചെയ്യും എന്ന പ്രത്യാശയോടെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ക്നാനായ, ജയ് UKKCA, ജയ് ക്രൈസ്റ്റ്.